നമസ്കാരം. ഗ്യാരേജിലേക്ക് രണ്ട് പുതുപുത്തൻ വാഹനങ്ങൾ എത്തിച്ച നടൻ ഉണ്ണി മുകുന്ദൻ. ലാൻഡ് റോവർ ഡിഫറൻഡറും അതോടൊപ്പം മിനി കൂപ്പർ കൺട്രിമാൻ ഇലക്ട്രിക്കുമാണ് താരം വാങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മിനി കൺട്രിമാൻ ജോൺ കൂപ്പർ വർക്സ് ആണിത്. നേരത്തെ ഡിഫൻഡർ 2 അതിന്റെ പെട്രോൾ പതിപ്പ് വാഹനം അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. മിനി കൂപ്പർ കൺട്രിമാൻ JSW ഇലക്ട്രിക്കിന്റെ കേരളത്തിലെ ആദ്യ മോഡലാണിത്. ഇന്ത്യയിൽ കേവലം 20 യൂണിറ്റുകൾ മാത്രമാണ് കമ്പനി അനുവദിച്ചിട്ടുള്ളത്. ലെവൽ 2 എന്ന് പറയുന്നത് സുരക്ഷാ ഫീച്ചറുകളുമായി എത്തുന്ന ഇലക്ട്രിക് കാറാണ്. അതാണ് കൺട്രിമാൻ എന്ന വാഹനം. 2001 BHP 250 ANM ടോർക്ക് പുറത്ത് എടുക്കുന്ന ഫ്രണ്ട് മൗണ്ട് ഇലക്ട്രിക് മോട്ടറാണ് മിനി കൺട്രിമാന്റെ കരുത്ത്. 8.6 സെക്കൻഡിൽ 0 നിന്നും മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിലേക്ക് കുതിക്കാൻ സാധിക്കും. നിലവിൽ ഉണ്ണി മുകുന്ദൻ നടനാകുന്നതിന് മുമ്പ് തന്നെ വിനോദിന് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അത് വിനോദ് ഗുരുവായൂരിന്. അന്ന് അവസരം തേടി ഗുജറാത്തിൽ നിന്നും ട്രെയിൻ കയറി വന്നിരിക്കുന്ന ആ പയ്യനിൽ നിന്നും ഇന്നത്തെ താരത്തിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ വളർച്ചയും അതിനു പിന്നിലെ കഠിനാധ്വാനവും എല്ലാമാണ് വിനോദ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് നമുക്ക് നോക്കാം. അതായത് വിനോദ് ഗുരുവായൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയ്ക്കും ഓരോ വാഹനങ്ങൾ സമ്മാനമായി നൽകി ഉണ്ണി മുകുന്ദൻ എന്ന മകൻ. ഉണ്ണിയെ അറിയുന്നവർക്ക് ഇതൊരു അത്ഭുതമല്ല. 19 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നിന്നും കേരളത്തിലെത്തി. ലോഹിദാസ് സാറിനെ കാണുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അന്ന് മീശ മുളയ്ക്കാത്ത ഒരു കൊച്ചു പയ്യൻ. നടനാകണമെന്ന് ആഗ്രഹമായി വന്നപ്പോൾ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്ന് സിനിമ പഠിക്കാൻ പറഞ്ഞു സർ. അന്ന് ഞങ്ങളോടൊപ്പം കൂടിയതാണ് ഉണ്ണി മുകുന്ദൻ. പിന്നീട് അവന്റെ ഗുജറാത്തിലേക്കുള്ള യാത്രകൾ ട്രെയിനിലായിരുന്നു. റിസർവേഷൻ പോലുമില്ലാതെ നിന്നും ഇരുന്നുമുള്ള അവന്റെ യാത്രകൾ. ഒരു ദിവസം അവൻ വന്നത് വളരെ ടെൻഷനോടെയായിരുന്നു. രാത്രിയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റ് കിട്ടാതെയായപ്പോൾ ബാത്റൂമിന് അടുത്ത് അടുക്കി വെച്ചിരിക്കുന്ന മിനറൽ വാട്ടർ കുപ്പികളുടെ പാക്കറ്റിന്മേൽ അറിയാതെ ഇരുന്നുപോയി. പാതിരാത്രിയായപ്പോൾ പാൻട്രിയിലെ ജീവനക്കാർ വന്ന് തട്ടി വിളിച്ചു. ആ പാക്കറ്റുകളിലെ മിനറൽ വാട്ടറിന്റെ ചില കുപ്പികൾക്ക് കേട് സംഭവിച്ചു എന്നതായിരുന്നു അവരുടെ പരാതി. സാമ്പത്തിക അവസ്ഥ മോശമായത് കാരണം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ഉണ്ണിക്ക് അന്നത് വലിയ വിഷമമായി. തമാശ രൂപേണയാണ് അവൻ നമ്മളോട് ഇത് പറഞ്ഞിരുന്നുവെങ്കിലും അവന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ആ സമയങ്ങളിൽ ഉണ്ണി ഒരു നടനാകണമെന്ന പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ലോഹി സർ അടുത്ത തന്റെ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ഉണ്ണിയെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ലോഹി സാറിന്റെ വിയോഗം. അന്ന് ലക്കിടിയിലെ ആ വീട് പറമ്പിൽ വെച്ച് പൊട്ടിക്കരയുന്ന ഉണ്ണിയുടെ മുഖം ഇന്നും ഞാൻ ഓർക്കുന്നു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഉണ്ണി അന്ന് ഗുജറാത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷെ അവൻ അവിടെ ഒതുങ്ങിയിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. 40 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ഗുജറാത്തിലേക്ക് കുടിയേറിയ ആ അച്ഛന്റെയും അമ്മയുടെയും മകൻ കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ശ്രമങ്ങൾ തുടർന്നു. അതിനിടയിൽ തമിഴ് സിനിമയിൽ ഒരു വേഷവും ചെയ്തു. പക്ഷേ ഉണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മലയാള സിനിമ തന്നെയായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങൾ അവനെ തേടിയെത്തി. പതുക്കെ പതുക്കെ നായകനിലേക്ക് എത്തി. ചില വിജയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പരാജയങ്ങളായിരുന്നു കൂടുതൽ. പക്ഷെ ആ സമയത്തും തോറ്റു പിന്മാറാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഒരു ഗോഡ് ഫാദറും ഇല്ലാത്ത അവൻ സിനിമയിലെ പല അവഗണനകളും സഹിച്ച് ഇവിടെ തന്നെ നിന്നു. ഗുജറാത്തിൽ നിന്നും വന്ന ഒരു പയ്യനെ മലയാളി അംഗീകരിക്കില്ല എന്ന് പലരും പറഞ്ഞു. സിനിമകളിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദനെ പലരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അന്നും ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് ഞങ്ങളെ കാണാൻ വന്നിരുന്ന ഉണ്ണിയോട് ഒരു കാർ വാങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നു. അന്ന് അവൻ പറഞ്ഞു സമയമായിട്ടില്ല ചേട്ടാ എന്ന്. അവന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം സിനിമകൾ അവനെ തേടിയെത്തി തുടങ്ങി. കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായി ഒരു കാർ വാങ്ങി. പിന്നീട് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഗുജറാത്തി പയ്യനെ മലയാളികൾ ഏറ്റെടുത്തു തുടങ്ങി. ഹിറ്റുകൾ ബ്ലോക്ക് ബസ്റ്ററുകളായി. കഠിനാധ്വാനിയായ ഉണ്ണി മുകുന്ദന്റെ വളർച്ച സന്തോഷത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. ഇന്ന് ഒരൊറ്റ ദിവസം തന്നെ 2 ആഡംബര വാഹനങ്ങൾ കരസ്ഥമാക്കി ഉണ്ണി മുകുന്ദൻ. അത് അച്ഛനും അമ്മയ്ക്കും സമ്മാനമായി നൽകി. ഏത് പ്രതിസന്ധികളെയും അവൻ തരണം ചെയ്തു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്വീകരിക്കാൻ തയ്യാറായി മലയാളികളായ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാറായി. ന്യൂസ് ഡെസ്ക് റീലോഡ്.